ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടേതാണ് തീരുമാനം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ റോഡ് കോൺക്രീറ്റ് പണി നടത്തുന്നതിന് ഏകപക്ഷീയമായി റോഡുകൾ അടച്ചുകെട്ടിയതുമൂലം സർവീസ് നടത്തുവാൻ പറ്റാത്ത സാഹചര്യമാണ്. മുന്നറിയിപ്പില്ലാതെയായിരുന്നു അധികൃതരുടെ നിലപാടുകൾ. ഈ സാഹചര്യത്തിലാണ് റൂട്ടിലോടുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കാൻ ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചത്. ഊരകം, ഇരിങ്ങാലക്കുട എന്നീ 2 സ്ഥലങ്ങളിൽ റോഡ് കോൺക്രീറ്റ് പണി നടത്തുന്നതിനാൽ ബസ്സുകൾ വഴിതിരിച്ചുപോയാണ് സർവീസ് നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ വെള്ളാങ്ങല്ലൂർ പ്രദേശത്തും റോഡുകൾ ബ്ലോക്ക് ചെയ്തു. ഈ സാഹചര്യത്തിൽ നിയമാനുസൃത സമയപ്രകാരം സർവീസ് നടത്താൻ സാധിക്കില്ല എന്നാണ് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നത്. ഒരു നിലയ്ക്കും വണ്ടി ഓടിച്ചെത്തിക്കാൻ പറ്റുന്നില്ല എന്ന് തൊഴിലാളികളും സംഘടനകൾ ടീമായിട്ട് വെറുതെ പറയാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആ റൂട്ടിൽ പോയി നോക്കിയാൽ അറിയാവുന്നതാണ്. അവിടെ കുത്തനിപ്പാടത്ത് അടച്ചുകെട്ടിരിക്കുകയാണ്. ഊരകം വഴിക്കാണ് കൊടുങ്ങല്ലൂർക്ക് വണ്ടി പോകും, ചേർപ്പ് വഴിക്ക് പോകും. അത് വിട്ടിട്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് ബ്ലോക്ക് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം വെള്ളാങ്കല്ലൂർ ഭാഗത്ത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് കലക്ടറൊക്കെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ്. ഇനി മൂന്നാമത് സംഘടനകളുമായി ചർച്ച ചെയ്യുന്നുള്ള ജില്ലാ കലക്ടർ, മിനിസ്റ്ററൊക്കെ പങ്കെടുത്ത തീരുമാനം അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബസ് ഉടമകളും സംയുക്ത ട്രേഡ് യൂണിയൻ അംഗങ്ങളും ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ബസ് ഉടമകളെ പ്രതിനിധീകരിച്ച് MS പ്രേംകുമാർ, വിവിധ ട്രേഡ് യൂണിയൻ അംഗങ്ങളായ VS പ്രദീപ്, KV ഹരിദാസ്, AC കൃഷ്ണൻ, KP സണ്ണി, MR ബാബു, KK ഹരിദാസ്, K ഹരീഷ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്.